ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്ത്യൻ ന്യൂമിസ്മാറ്റിക്സ് മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു നിർത്തിയത് ഈ ഒരു നാണയത്തിൻ്റെ വിവരങ്ങളാണ്. അടുത്തതായി നമുക്ക് അടുത്ത നാണയത്തിൻ്റെ വിവരങ്ങളിലേക്ക് പോകാം. മെയ്യ റുപ്പിയ ലൂയിസ് ഒന്നാമൻ്റെ പേരിലുള്ള ₹1 വിവരമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. നമ്മുടെ കണക്കിന് പറഞ്ഞാൽ 50 പൈസ എന്ന് പറയാം. ഇതിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ്. ഇങ്ങനൊരു മുഖപടമാണ് ഇത് നാണയത്തിനുണ്ടാവുക. ഇതിൻ്റെ പിൻവശം ഇങ്ങനെയാണ്. ഇതിൻ്റെ മെറ്റൽ വന്നിട്ട് സിൽവറാണ്. വെയ്റ്റ് 5.80 ഗ്രാമാണ്. സൈസ് 24 mm ആണ്. ഷേപ്പ് സർക്കുലറാണ്. 1881 അച്ചടിക്കപ്പെട്ടിട്ടുള്ള നാണയത്തിന് 1500 രൂപയിൽ തുടങ്ങി. അതായത് ഫൈൻ കണ്ടീഷനിൽ നാണയം തിരിച്ചറിയാൻ പറ്റുന്ന കണ്ടീഷനാണ് ഫൈൻ കണ്ടീഷൻ. എല്ലാവരും വീഡിയോ ചെയ്യുന്നവർ പല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അവർ ഇപ്പോൾ എക്സ്ട്രാ ഫൈൻ കണ്ടീഷനിലുള്ള നാണയത്തിന് പോലും ഫൈൻ കണ്ടീഷനിലെ വിലയാണ് പറയുന്നത്. അപ്പോൾ ഇത് നാണയത്തിൻ്റെ കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. അത് നമ്മൾ പതുക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ വിവരങ്ങളൊക്കെ വന്നാൽ ഫൈൻ കണ്ടീഷനിൽ 1500 രൂപയിൽ തുടങ്ങി UNC കണ്ടീഷനിൽ 30,000 രൂപ വരെ വിലമതിക്കുന്ന സ്കെയർ കോയിനുകളാണ്. UNC കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിരത്തിലിറങ്ങി ഓടാത്തത്, അത് നമ്മുടെ കൈക്ക് വരാത്തത് എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് RBI സീലിൽ അച്ചടിക്കപ്പെട്ട് RBI സീലോടെ അതിൻ്റെ കവറിൽ വരുന്നതിനാണ് UNC കണ്ടീഷൻ എന്നറിയപ്പെടുന്നത്. നമ്മുടെ കയ്യിലൊക്കെ കിട്ടുന്നത് എക്സ്ട്രാ ഫൈൻ കണ്ടീഷൻ വരെ കിട്ടാൻ ചാൻസ് ഉള്ളൂ. കടകളിൽ നിന്നും അവിടെ നിന്നും ഇത് ഓടി തേഞ്ഞ് ഒരുവിധം തേഞ്ഞ കോയിനുകളായിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അത് ചിലപ്പോൾ എക്സ്ട്രാ ഫൈൻ കണ്ടീഷൻ വരെ കിട്ടുകയുള്ളൂ. UNC കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ അവിടെ നിന്ന് അച്ചടിച്ച് ഒരു കവറിൽ പാക്ക് ചെയ്ത് വരും. അതാണ് UNC കണ്ടീഷൻ. ആരുടെയും കൈകൊണ്ട് തൊടാത്തത് എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഇനി 1882 നാണയത്തിൻ്റെ വിവരങ്ങളിലേക്ക് വന്നാൽ ഫൈൻ കണ്ടീഷനിൽ 1800 രൂപയിൽ തുടങ്ങി 35,000 രൂപ വരെ, UNC കണ്ടീഷനിൽ 35,000 രൂപ വരെ ലഭിക്കുന്ന സ്കെയർ കോയിനുകളാണ്. അടുത്തതായി റിപ്പബ്ലിക് ഓഫ് പോർച്ചുഗൽ ₹1 2 റുപ്യ എന്നാണ് കൊടുത്തിരിക്കുന്നത്. 1936 അച്ചടിക്കപ്പെട്ട നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ്. പിൻവശം ഈ ഒരു ഭാഗമാണ്. ഇതിൻ്റെ മെറ്റൽ സിൽവറാണ്. വെയ്റ്റ് 5.50 ഗ്രാമാണ്. സൈസ് 24 mm ആണ്. ഷേപ്പ് സർക്കുലറാണ്. 1936 അച്ചടിക്കപ്പെട്ടിട്ടുള്ള ഈ നാണയത്തിന് ഫൈൻ കണ്ടീഷനിൽ 500 രൂപയിൽ തുടങ്ങി UNC കണ്ടീഷനിൽ 2500 രൂപ വരെ ലഭിക്കാവുന്ന കോമൺ കോയിനാണ്. കോമൺ കോയിൻ എന്ന് പറയുമ്പോൾ ആവശ്യത്തിലധികം അച്ചടിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും കയ്യിൽ കാണാൻ ചാൻസ് ഉള്ള കോയിനാണ് കോമൺ എന്നറിയപ്പെടുന്നത്. എല്ലാവരുടെയും കയ്യിൽ കിട്ടാവുന്നത്. പലരുടെയും കയ്യിൽ ഈ നാണയമില്ല, പക്ഷേ ഇതിന് വില കൂടത്തില്ല. കാരണം കോമണായിട്ട് അച്ചടിച്ചിറക്കിയ നാണയമാണ്. ഒരുപാട് പേര് കയ്യിലില്ലെങ്കിലും ഉള്ളവരുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ഇനി അടുത്തത് അതേ ₹1 തന്നെ മെറ്റൽ മാറ്റമുണ്ട്. കോപ്പർ നിക്കലിൽ അച്ചടിച്ചിട്ടുണ്ട്. ആ ഒരു നാണയത്തിൻ്റെ മുൻവശം ഇങ്ങനെയാണ്. ഈ ഒരു മുഖപടമാണ്. പിൻവശം ഈ ഒരു മുഖപടമാണ്. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. മറ്റേതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെറ്റൽ കോപ്പർ നിക്കലാണ്. വെയ്റ്റ് 5.50 ഗ്രാമാണ്. സൈസ് 24 mm ആണ്. ഷേപ്പ് സർക്കുലറാണ്. അപ്പോൾ 1947 1947 52 അച്ചടിക്കപ്പെട്ടിട്ടുള്ള ഈ നാണയങ്ങൾക്ക് ഫൈൻ കണ്ടീഷനിൽ 125 രൂപയിൽ തുടങ്ങി UNC കണ്ടീഷനിൽ 4500 രൂപ വരെ ലഭിക്കുന്ന സ്കെയർ കോയിനുകളാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.